ഹലോ കൂട്ടുകാരെ, ഞാൻ രാവിലെ എണീറ്റ്. നമ്മുടെ വാമിക്കുട്ടി രാവിലെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് എണീറ്റ് വന്ന് കണ്ണാടിയിലൊക്കെ വന്ന് നോക്കുക. അംഗൻവാടി കുളിച്ച് റെഡി പോവാണേ. അംഗൻവാടി പോവാണ്. നമ്മളുടെ ആക്ഷൻസ് ഒക്കെയാണ് കാണുന്നത് നിങ്ങളിപ്പോൾ. അതിനിടയിലൂടെ വൈദിക്ക് വന്ന് അവിടെ കുറച്ച് കുരുത്തക്കേടൊക്കെ കാണിച്ചു. വാമിക്ക് കഴിക്കാനുള്ള ഇഡലിയൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വരികയാണ്. വാമി ഇഡലി കഴിക്കാൻ വേണ്ടി കട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഫോണിൽ പാട്ടിട്ട് താന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിട്ട് കൊടുത്തില്ല. അവളാന്ന് ഇഡലിയുടെ കൂടെ പഞ്ചസാര മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് പഞ്ചസാരയാണ് കൊടുത്തത്. അല്ലെങ്കിൽ അവൾ സാമ്പാറോ എന്താ കറിയാണെന്ന് വെച്ചാൽ അവൾ കഴിച്ചോളും. പക്ഷേ ഇന്ന് പഞ്ചസാര മതിയെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചസാരയാണ് കൊടുത്തത്. അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചസാര മാത്രം വാരി കഴിച്ചതിന് ഞാൻ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയിൽ നമ്മൾ വാരി കൊടുക്കാമെന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ട സ്വന്തമായിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനിടയിലൂടെ വൈദിക്ക് ഇഡലിക്ക് വേണ്ടി വന്ന് എണീറ്റ് നിൽക്കുകയാണ്. കട്ടിലെ പിടിച്ച് നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് അവനും കുറച്ച് വായിൽ വെച്ച് കൊടുത്തു. പിന്നെ മാമിക്ക് നമ്മൾ കഴിക്കാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും വേണ്ട പഞ്ചസാര മതി എന്ന് പറഞ്ഞാൽ അത് മാത്രം വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എങ്കിലും നിർബന്ധിച്ച് കുറച്ച് അവളെ കൊണ്ട് കഴിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും അവൾക്ക് വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വേണ്ടാന്ന് നിർബന്ധം പിടിക്കുകയാണ്. അവസാനം എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് വയറ്റിലാവട്ടെ എന്ന് വിചാരിച്ച് നിർബന്ധിച്ചൊക്കെ കൊടുക്കുകയാണ് അവരെന്നൊക്കെ പറഞ്ഞ് വീണ്ടും കഴിച്ചോട് എഡിറ്റിന്ന് ഡാൻസ് കളിക്കുകയാണ്. വീണ്ടും പിടിച്ചിരുത്തി വീണ്ടും ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വേണ്ട എന്നൊക്കെ പറഞ്ഞ് കിടന്ന് പറയുന്നുണ്ട്. പിന്നെ തുപ്പിക്കളയുന്നുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ നിർബന്ധിച്ച് കുറച്ച് കൊടുത്തു. പിന്നെ അങ്കൻവാടിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ടിഫിനൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. മാമിക്കുട്ടിയുടെ വളയും മാലയൊക്കെ ഇടുന്ന ബോക്സാണ് ഇത്. അവൾക്ക് ഇഷ്ടമുള്ള അവൾ നോക്കി സെലക്ട് ചെയ്തെടുക്കുകയാണ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലായിട്ടും ഒരുങ്ങി റെഡിയായി അങ്കൻവാടി പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും. റെഡിയായി ഇനി അങ്കൻവാടിയിലേക്ക് പോവുകയാണ്. ഇത്രയേ ഉള്ളൂ വാമിക്കുട്ടിയുടെ വിശേഷങ്ങൾ.